കൊടും തണുപ്പിന്റെയും മൂടൽമഞ്ഞിന്റെയും പിടിയിലാണ് ഡൽഹി. ഈ മഞ്ഞുകാലത്തും ഡൽഹിയെ മനോഹരമാക്കുന്ന ചിലതുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കുന്ന ആ വിരുന്നുകാരെ പരിചയപ്പെടാം. ഉത്തരേന്ത്യൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന യമുന ഘാട്ട്. മരണാനന്തര കർമ്മങ്ങൾ യമുനാ തീരത്തെങ്കിൽ മോക്ഷമെന്ന് വിശ്വാസം. ശൈത്യകാലത്തെ യമുന ഒരു വിസ്മയ കാഴ്ചയാണ്. യമുനാ തീരം തേടി അന്യനാടുകളിൽ നിന്നും ദേശാടന പക്ഷികൾ വിരുന്നെത്തും. വർഷം തോറും കൂട്ടം തെറ്റാതെ അവർ ഒന്നിച്ചു പറന്നിറങ്ങും. യമുനാ തടങ്ങളിൽ നീന്തി തുടിക്കും. വെളുപ്പും ചാരവും നിറഞ്ഞ പക്ഷികൾ. മരം കൊച്ചുന്ന പുലരികളിൽ പക്ഷികളെ കാണാൻ മാത്രമായി തീരത്തേക്ക് ആളുകൾ ഒഴുകിയെത്തും. പല നിറങ്ങളിലുള്ള ചെറുവള്ളങ്ങളിൽ ഘാട്ടിലൂടെ യാത്ര ചെയ്ത് ഈ വിരുന്നുകാരെ അടുത്തു കാണാം. അവർക്ക് ഭക്ഷണം വിളമ്പാം. ചിറകടിച്ചെത്തുന്ന പക്ഷികൾ കൂട്ടത്തോടെ അത് കഴിച്ചു മടങ്ങും. രാവിലെ തന്നെ വരണം, എന്നാലേ ഇതിന്റെ ഒരു കിട്ടുള്ളൂ. ഞങ്ങളിന്ന് സണ്ണൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. തുഴയെറിയാൻ ഇടമില്ലാതെ ഓളപ്പരപ്പിലേക്ക് പറന്നിറങ്ങുന്ന പക്ഷിക്കൂട്ടങ്ങൾക്ക് എല്ലായ്പ്പോഴും മനുഷ്യരിൽ നിന്ന് കുറച്ചകന്നു നിൽക്കാനാണിഷ്ടം. സഞ്ചാരികളുടെ ഫോട്ടോ പകർത്തിയും ബോട്ടിംഗ് നടത്തിയുമാണ് തീരത്തുള്ളവരുടെ ഉപജീവനം. साइबेरियन बर्ड्स है, माइग्रेट बर्ड, सीगई कहते हैं इसको, और ये नवंबर में 10 तारीख को आना शुरू हो जाता है. और फिर इसको देख के युवा फिर इंस्टाग्राम यूट्यूब पे वीडियोस जाती है, तो उसको देख के टूरिस्ट आते हैं हमारे पास, और काफ़ी बोट राइड वगैरह भी करते हैं, और शूट भी होता है यहाँ पे, प्री वेडिंग वगैरह शूट्स भी कराए जाते हैं. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ഭാവം മാറുന്ന യമുന ശൈത്യകാലത്ത് കൂടുതൽ സുന്ദരിയാകുന്നത് ഈ വിരുന്നുകാരെ കൂടിക്കൊണ്ടാണ്. ശൈത്യകാലം എത്തുന്നതോടെ യമുനാ തീരം ഈ പക്ഷികൾക്കായി ആതിഥേയത്വം ഒരുക്കും. കൂട്ടമായി എത്തുന്ന പക്ഷികൾ പ്രജനനം നടത്തി പിന്നീട് തീരത്തോട് വിട പറയും. ഡൽഹിയിലെ യമുനാ ഘട്ടിൽ നിന്നും ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത VG 24. എന്തായാലും യമുനയുടെ സൗന്ദര്യം, ആ പക്ഷികളുടെ സൗന്ദര്യം, ഒപ്പം തന്നെ നമ്മുടെ വിനീതയുടെ സൗന്ദര്യം, അതെല്ലാം കൂടെ ചേർന്ന് ആ ഫ്രെയിം എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതെ, അപ്പൊ ഇങ്ങനെ മഞ്ഞുകാലത്ത് പോവാ, എന്തായാലും ഡൽഹിക്ക് പോകണം, ഒരു യാത്ര പോകണം അല്ലേ? വിമൻസ് ഈവനിങ് ഡൽഹിയിൽ നിന്നായാലോ? ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാവുന്നതാണ്. അപ്പൊ ആ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ സ്ഥലങ്ങളും എഴുതി വെച്ചേരും. അപ്പൊ ആ സ്ഥലങ്ങളിൽ ഒന്നിൽ നിന്ന് മറ്റൊരു മോർണിംഗ് വാക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ആക്കണം അല്ലേ?